പള്ളി വരായിരുന്നു, കണ്ടില്ലല്ലോ. എടി എനിക്ക് പണം വരയ്ക്കാനുണ്ടായിരുന്നു. നീ ആരുടെ പണം വരയ്ക്കുന്നത്? വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ. എന്തിനാ ഇപ്പൊ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ പടം വരയ്ക്കുന്നത്? എടി ഈ വരുന്ന ഒക്ടോബർ 1 വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാളല്ലേ, അതുകൊണ്ട് പണം വരച്ചേക്കാന്ന് വിചാരിക്കുന്നു. ചേച്ചി ഒക്ടോബർ 1 കൊച്ചുത്രേസ്യ പുണ്യവതി ജനിച്ചത്? അല്ല, സെപ്റ്റംബർ 30 കൊച്ചുത്രേസ്യ പുണ്യവതി മരിച്ചത്. പക്ഷെ ഒക്ടോബർ 1 കത്തോലിക്ക സഭ ഫീസ്റ്റ് ആയിട്ട് ആചരിക്കുന്നത്. ചേച്ചി കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ സ്റ്റോറി പറയായോ? പിന്നെന്താ പറഞ്ഞു തരാലോ. 1870 മുതൽ ലൂയിസ് മാർട്ടിന്റെയും സെലിം മാർട്ടിന്റെയും 5ാമത്തെ മകളായി വിശുദ്ധ കൊച്ചുത്രേസ്യ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച കൊച്ചുത്രേസ്യ ക്ഷയരോഗം ബാധിച്ച് 1897 മരിച്ചു. 1925 കത്തോലിക്ക സഭ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും 1997 വേദപാതക പദവി നൽകുകയും ചെയ്തു. ത്രേസ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ത്യാഗങ്ങൾ സ്വീകരിക്കുമായിരുന്നു. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്ത വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധരാകേണ്ടേ. ദൈവത്തിൻ ആരാമവീ